ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ഒരു അതിമനോഹര സ്ഥലത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ ചാൻസ് വളരെ കുറവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും തിരക്ക് പിടിച്ചൊരു സിറ്റിക്കകത്ത് നമുക്ക് കുറച്ച് നേരം ശാന്തിയിലും സമാധാനത്തോടൊപ്പം വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് അറിയുന്നത് വളരെ കുറവാണ് എല്ലാവർക്കും. എന്തായാലും ഇവിടെ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ് വേറെ ഒന്ന് തന്നെയാണ്. നമുക്ക് രാവിലെ ആയാലും വൈകിട്ടായാലും നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഫാമിലിയോടൊപ്പം ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മൈൻഡ് സെറ്റ് വേറെ ഒന്ന് തന്നെയാണ്. പുൽത്തകിടൊക്കെ വിരിച്ച് നല്ല അതിമനോഹരമായ ഒരു സ്ഥലം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വലിയ മരങ്ങൾക്കിടയിലൂടെ ഈ സൂര്യരശ്മികൾ കടന്നു വരുന്നതോടെയാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. എന്തായാലും കരമനാറ്റിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഭംഗി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് എപ്പോൾ ചെന്നാലും അവിടെ നല്ല തണലായിരിക്കും. ഇങ്ങനത്തെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളിനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരം സിറ്റിയിലോട്ട് പോകുന്നവർ മാക്സിമം അവിടെ നിന്ന് പോയി നോക്കാൻ ശ്രമിക്കുക. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കരമനാറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെക്ക് ഡാമുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നത് വളരെയധികം സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ഒഴുക്കുള്ള സമയമാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇന്ന് പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ്. ഇതുപോലത്തെ റിസ്ക് എടുത്ത പരിപാടികളൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരമന നന്ദിലത്ത് ജി മാർട്ടിൻ്റെ അടുത്തുള്ള വഴിയാണ്.